നമ്മുടെ കണ്ണിലടയ്ക്കാം. പരിശുദ്ധനെ സ്വർഗ്ഗസ്ഥ ഞങ്ങളുടെ നല്ല പിതാവേ, ഞങ്ങൾ ദൈവവചനത്തിന്റെ അടുക്കിലേക്ക് വരുന്ന കർത്താവേ, അവിടുന്ന് ഹൃദ്യമായിട്ട് ഇന്ന് ഞങ്ങളോട് സംസാരിക്കണമേ. അപ്പ കേൾക്കുന്ന വചനം ഹൃദയത്തിൽ ഏറ്റെടുത്ത് കർത്താവേ, അത് 30, 60, 100 മേനിയായിട്ട് വിളയത്തക്കവണ്ണം കർത്താവേ, നല്ല നിലത്ത് വീണ വിത്ത് പോലെ ആയിരിക്കാൻ ഞങ്ങളുടെ ഹൃദയനിലങ്ങളെ അവിടുന്ന് ഒരുക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. കേട്ട് മറന്നു പോകുന്നവരായിട്ടല്ല കർത്താവേ, അത് ഏറ്റെടുത്ത് ജീവിതത്തിൽ അതിന്റെ മുമ്പിൽ എന്നെ തന്നെ കീഴ്പ്പെടുത്തി താഴ്ത്തി സമർപ്പിക്കുന്നവരായി തീരുവാനുള്ള കൃപ എന്ന് ഞങ്ങൾക്ക് കേൾക്കുന്നതോടൊപ്പം ലഭിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയായിട്ടിരിക്കുക. സ്തോത്രം യേശു ക്രിസ്തുനാമത്തിൽ തന്നെ. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം ഈ രാത്രിയിലും വാഴ്ത്തപ്പെടുമാറാകട്ടെ. വളരെ സന്തോഷത്തോടെ ആഗ്രഹത്തോടെ ദൈവത്തിന്റെ തിരുവചനം ശ്രവിപ്പാനും ഈ ലേഖന പഠനത്തിൽ നിന്ന് ദൈവത്തിന് സംസാരിപ്പാനുള്ള എന്തെന്ന് മനസ്സിലാക്കുവാനും അറിയുവാനൊക്കെ വളരെ ആഗ്രഹത്തോടെ ഇത്തരക്കുള്ള ദിവസവും കടന്നു വന്ന എല്ലാ ദൈവമക്കളെയും ഓർത്ത് വേഗം വരുന്ന യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനം പറയുന്നു. ഒരു വ്യത്യാസവുമില്ല. യഹൂദനോ യവനെന്നോ ഒരു വ്യത്യാസവുമില്ല. എല്ലാവരും പാപം ചെയ്ത് പാപത്തിന്റെ കീഴിലായി എന്ന് അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് ലീഹ പഴയ നിയമ തിരുവെഴുത്തുകളുടെ അടിസ്ഥാനത്തിൽ തെളിയിച്ച് കാണിക്കുന്നതാണ് കഴിഞ്ഞ ആഴ്ചയിൽ നാം ശ്രദ്ധിച്ചത്. പാപം എന്താണെന്നും പാപം എങ്ങനെയെല്ലാം നമ്മളെ സ്വാധീനിക്കുന്നുള്ളതും നാം കഴിഞ്ഞ ആഴ്ചയിൽ അതിന്റെ 9 മുതൽ 18 വരെയുള്ള വാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നാം ശ്രദ്ധിച്ചു. പാപം എന്നത് അഭക്തിയാണെന്ന് നാം കണ്ടു. ദൈവത്തെ ആഗ്രഹിക്കാതെ ദൈവം തരുന്നതിനെ മാത്രം ആഗ്രഹിച്ച് അതിനായിട്ട് മാത്രം ദൈവസന്നിധിയിലേക്ക് നാം കടന്നു വരുന്നുവെങ്കിൽ അത് പാപമായിട്ടാണ് അപ്പോസ്തലനോട് പറയുന്നത്. ദൈവത്തെ ആഗ്രഹിക്കണം. ദൈവം ആഗ്രഹിക്കുന്നു, നിങ്ങൾ എന്നെ ആഗ്രഹിക്കണം. നമ്മള് പഴയ നിയമത്തില് ഇസ്രായേൽ ജനത്തോടുള്ള ആ അതിനോടുള്ള ബന്ധത്തിൽ നമ്മൾ അതിനെ മനസ്സിലാക്കി. നിങ്ങൾക്ക് എന്നോടുള്ള ഭക്തി, തുടക്കത്തിലുള്ള നിങ്ങൾക്ക് എന്നോടുള്ള ഇഷ്ടം അതിപ്പോൾ എവിടെ? രണ്ടാമത് നമ്മൾ കണ്ടു, നമ്മുടെ മനുഷ്യത്വത്തെ മുഴുവനും പാപം ഗ്രസിച്ചിരിക്കുന്നു. പഴയ നിയമവാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മുടെ തൊണ്ടയെക്കുറിച്ചും കൈയിനെക്കുറിച്ചും കണ്ണിനെക്കുറിച്ചും കാലിനെക്കുറിച്ചും കാതിനെക്കുറിച്ചും അധരങ്ങളെക്കുറിച്ചും ഒക്കെ നമ്മൾ കണ്ടു. ഇതെല്ലാം പാപം ഗ്രസിച്ചിരിക്കുക. അത് വളരെ പ്ലെയിൻ ആയിട്ടാണ്. നമ്മൾ ഇതിനകത്ത് എക്സ്പ്ലനേഷൻസ് ഒന്നും വേണ്ട. കാരണം നമുക്കറിയാം, നമ്മളുടെ ജീവിതവുമായിട്ട് നമ്മളൊന്ന് തട്ടിച്ചു നോക്കുമ്പോൾ നമുക്കത് വളരെ വേഗം മനസ്സിലാവും. പിന്നീട് നമ്മൾ കണ്ടത് യൂണിവേഴ്സാലിറ്റി ഓഫ് സിൻ, പാപത്തിന്റെ സാർവത്രികത. എല്ലാ മേഖലകളിലും പാപം നിറഞ്ഞിരിക്കുന്നു. അതുകൊണ്ടാണ് നമ്മൾ 18-ാം വാക്യം വരെ കണ്ടത്. അതിനുശേഷം അതിന്റെ 19, 20 വാക്യങ്ങൾ അതൊന്ന് വായിക്കാം. 19, 20. എല്ലാ ന്യായപ്രമാണത്തിന് കീഴുള്ളവരോട് പ്രസ്താവിക്കുന്നു എന്ന് നാം അറിയുന്നു. അങ്ങനെ ഏതുവായും അടഞ്ഞ സർവ്വലോകവും ദൈവസന്നിധി ശിക്ഷായോഗ്യമായി തീരേണ്ടതത്രേ. അതുകൊണ്ട് ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാൽ ഒരു ജഡവും അവന്റെ സന്നിധിയിൽ നീതീകരിക്കപ്പെടുകയില്ല. മതി. ഹല്ലേലൂയ. അപ്പോസ്തലൻ മനുഷ്യന്റെ എല്ലാ ഫിസിക്കൽ ഫാക്കൽറ്റിയെയും പാപം ഗ്രസിച്ചിരിക്കുന്നു എന്ന് പഴയ നിയമ തിരുവെഴുത്തുകളുടെ അടിസ്ഥാനത്തിൽ തെളിയിച്ചു കാണിക്കുമ്പോൾ ഒരു പക്ഷേ യഹൂദൻ ഇങ്ങനെ ചിന്തിച്ചേക്കാം, അപ്പോസ്തലൻ ഞങ്ങൾ പറഞ്ഞതൊക്കെ ശരിയാ, പക്ഷെ ഇത് ഞങ്ങളെ കുറിച്ചല്ല, ഇത് ജാതികളെ കുറിച്ചാണ്. അങ്ങനെ ഒരു ചിന്ത അവരുടെ ഉള്ളിൽ ഉണ്ടായേക്കാം. അതുകൊണ്ടാണ് 19-ാം വാക്യത്തിൽ ന്യായപ്രമാണം പറയുന്നത് എല്ലാം ന്യായപ്രമാണത്തിന് കീഴുള്ളവരോട് പ്രസ്താവിക്കുന്നു എന്ന് നാം അറിയുന്നു. അവള് പറയുക, ന്യായപ്രമാണത്തിന് കീഴുള്ളവരോടല്ലേ ന്യായപ്രമാണത്തിലെ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ആരാ ന്യായപ്രമാണത്തിന് കീഴുള്ളവര്? യഹൂദനാണ്. നിങ്ങൾക്കല്ലേ ഈ ന്യായപ്രമാണം കിട്ടിയത്, നിങ്ങളല്ലേ ഈ ന്യായപ്രമാണത്തിന് കീഴുള്ളവര്. അപ്പോൾ ഇത് പറഞ്ഞിരിക്കുന്നത് ജാതികളോടല്ല, നിങ്ങളോടാ. ന്യായപ്രമാണത്തിന് കീഴുള്ളവരോട് പ്രസ്താവിക്കുന്നു എന്ന് നാം അറിയുന്നു. അങ്ങനെ
ഏതുവായും അടഞ്ഞ് സർവലോകവും ദൈവസന്നിധിയിൽ ശിക്ഷ യോഗ്യമായി തീരേണ്ടതിനത്രേ. ജാതികൾ ശിക്ഷയ്ക്ക് യോഗ്യനാണ് എന്നറിയാം. പക്ഷേ അപ്പോസ്തലൻ പറയുക അങ്ങനെയല്ല, യഹൂദന് പ്രത്യേകതയൊന്നുമില്ല, നിങ്ങളും പാപത്തിന്റെ കീഴിലും ദൈവ കോപത്തിന്റെ കീഴിലുമാണ്, സകല ലോകവും സർവരും. എന്നിട്ട് 20-ാം വാക്യത്തിൽ അപ്പോസ്തലൻ പറയുക, അതുകൊണ്ട് ന്യായപ്രമാണത്തിന്റെ പ്രവർത്തികളാൽ ഒരു ജഡവും അവന്റെ സന്നിധിയിൽ നീതീകരിക്കപ്പെടുന്നില്ല. ന്യായപ്രമാണത്താൽ പാപത്തിന്റെ പരിജ്ഞാനമത്രേ വരുന്നു. പ്രവർത്തിയാൽ ഒരു വ്യക്തിയും നീതീകരിക്കപ്പെടുന്നില്ല. ഇത് വളരെ വിശദീകരിക്കേണ്ട ഒരു വാക്യമാണ്. ഇത് നമ്മൾ 7-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ വിശദമായിട്ട് പഠിക്കും. ഇവിടെ അപ്പോസ്തലൻ അതൊന്ന് ജസ്റ്റ് മെൻഷൻ ചെയ്തു പോകുകയാണ്. ന്യായപ്രമാണത്താൽ പ്രവർത്തികളാൽ ഒരു ജഡവും നീതീകരിക്കപ്പെടുന്നില്ല എന്ന് ജസ്റ്റ് അവരോട് പറഞ്ഞിട്ട് ആ ഭാഗം അവിടെ വിടുക. നമ്മളത് 7-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ അത് വ്യക്തമായിട്ട് നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കും. അങ്ങനെ 3-ാം അധ്യായത്തിന്റെ 20-ാം വാക്യം വരെ അവസാനിച്ചിരിക്കുകയാണ്. ഞാൻ ഇതിന്റെ പുസ്തക വിഭജനം പറഞ്ഞപ്പോൾ പറഞ്ഞത് ഓർക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പുസ്തകത്തിന്റെ 3-ാമത്തെ ഭാഗത്തേക്ക് കടന്നിരിക്കുകയാണ്. 1 മുതൽ 17 വരെയുള്ള 1-ാം വാക്യം ഒരു മുഖവുരയായിരുന്നു. 18 മുതൽ 1-ാം അധ്യായം, 18 മുതൽ 3-ാം അധ്യായം 20 വരെയുള്ള വാക്യങ്ങളിൽ പാപത്തിന്റെ ആ ശക്തിയെ അല്ലെങ്കിൽ എത്രത്തോളം മനുഷ്യനെ പാപം ഗ്രസിച്ചിരിക്കുന്നു, എത്രത്തോളം മനുഷ്യന് ഈ സുവിശേഷം ആവശ്യമായിരിക്കുന്നു എന്ന് ഏകദേശം 2 അധ്യായങ്ങളിലധികം അപ്പോസ്തലൻ എടുത്ത് വിവരിച്ചു. ഒരു മനുഷ്യനും, എല്ലാവരും പാപം ചെയ്ത് ദൈവ കോപത്തിന്റെ കീഴില അല്ലെങ്കിൽ ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു എന്ന് വ്യക്തമാക്കി. ഇനി 23-ാം അധ്യായത്തിന്റെ 21 മുതൽ 5-ന്റെ 21 വരെ നീതീകരണത്തെ കുറിച്ചാ പറയുന്നത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഏരിയയാണ്. പലരും ക്രിസ്തീയ ഗോളത്തിൽ ഇനിയും വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കേണ്ടതും പലർക്കും മനസ്സിലാകാത്തതും ആയിട്ടുള്ള ഒരു ഏരിയയാണ്. നമ്മൾ കുറച്ചധികം ആഴ്ചകൾ നമ്മൾ ഈ ഭാഗത്ത് നിന്ന് മാത്രം ചിന്തിക്കുന്നതായിരിക്കും. ഞാന് ഈ മുഖവുര പറഞ്ഞിരുന്നു, അപ്പോസ്തലൻ ഈ ലേഖനം കൊറിന്തിൽ വെച്ചാണ് എഴുതുന്നത്. അപ്പോൾ കൊറിന്തിൽ വെച്ച് എഴുതിയപ്പോൾ ഒരുപക്ഷെ റോമിൽ നിന്ന് വന്ന ജനങ്ങളിൽ നിന്നൊക്കെ അപ്പോസ്തലന് റോമാക്കാർക്കുള്ള സംശയങ്ങൾ പറഞ്ഞ അപ്പോസ്തലന് അറിയാമായിരിക്കും. കാരണം അപ്പോസ്തലൻ തന്റെ പ്രസംഗങ്ങളിലെല്ലാം രക്ഷിക്കപ്പെടുന്നതിനെ കുറിച്ച്, നീതീകരണത്തെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ഈ ലേഖനത്തിന്റെ 16-17 വാക്യങ്ങളിൽ നാം കാണുന്നില്ലേ? 16-17 വാക്യങ്ങളിൽ സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല, അത് വിശ്വസിക്കുന്ന ഏവനും, ആദ്യം യഹൂദനും പിന്നെ യവനനും അത് രക്ഷയ്ക്കായി ദൈവശക്തിയാവുന്നുവല്ലോ, അതിൽ ദൈവത്തിന്റെ നീതി വിശ്വാസം ഹേതുവായും വിശ്വാസത്തിനായി കൊണ്ടും വെളിപ്പെടുന്നു, എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. നീതിയെക്കുറിച്ച്, രക്ഷയെക്കുറിച്ചും ഈ ലേഖനത്തിലും പറയുന്നുണ്ട്. അപ്പോ ഒരുപക്ഷെ ഈ റോമിൽ നിന്ന് വന്ന ജനങ്ങൾ അപ്പോസ്തലനോട് ചോദിച്ചിരിക്കാം, അപ്പോസ്തലനെ അങ്ങ് ഈ രക്ഷിക്കപ്പെടണം അല്ലെങ്കിൽ നീതീകരിക്കപ്പെടണം അല്ലെങ്കിൽ നീതീകരണം, ജസ്റ്റിഫിക്കേഷൻ, അപ്പോസ്തലന്റെ ലാംഗ്വേജിൽ നീതീകരണം എന്നാ പറയുന്നത്. നീതീകരണം അല്ലെങ്കിൽ രക്ഷിക്കപ്പെടുക അല്ലെങ്കിൽ വീണ്ടും ജനിക്കുക, ഉയരങ്ങളിൽ ജനിക്കുക, രക്ഷിക്കുക, എല്ലാം ഒരേ കാര്യം തന്നെയാണ്. എന്താ അപ്പോസ്തലനെ ഈ നീതീകരണം എന്ന് വെച്ചാൽ? എന്താ ഈ രക്ഷിക്കപ്പെടുക എന്ന് വെച്ചാൽ? അതൊന്ന് വ്യക്തമാക്കാവോ എന്നൊരു പക്ഷെ അപ്പോസ്തലനോട് ചോദിച്ചിട്ടുണ്ടാവാം. അതുകൊണ്ട് ഈ പാപത്തെ കുറിച്ച് അതിന്റെ ആ ഒരു ഡാർക്കർ സൈഡ് കാണിച്ചിട്ട് അപ്പോസ്തലൻ 21 മുതൽ നീതീകരണത്തെ കുറിച്ച് പറയുക. ഞാൻ ആ ഭാഗം ഒന്ന് ഡിവൈഡ് ചെയ്ത് തന്നതിന് ശേഷം നമുക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കാം. എന്താണ് ജസ്റ്റിഫിക്കേഷൻ എന്നാണ് 3-ന്റെ 21 മുതൽ 31 വരെയുള്ള വാക്യങ്ങളിൽ
നാം വായിക്കുന്നത്. എന്താണ് ജസ്റ്റിഫിക്കേഷൻ? 4-ാം അധ്യായം മുഴുവൻ 1 മുതൽ 25 വരെയുള്ള വാക്യങ്ങളിൽ ചാപ്റ്റർ 4 1 to 25 പണ്ടും ഇത് തന്നെയായിരുന്നു. അബ്രഹാമിന്റെ ഒരു ഉദാഹരണം എടുത്തിട്ട് പണ്ടും ഞാനത് അല്പം വിവരിക്കുന്നതായിരിക്കും. നമ്മൾ ഇന്ന് ഇതിന്റെ തുടക്കം മാത്രമേ, ഇതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമേ ഇന്ന് ചിന്തിക്കാൻ സമയമുള്ളൂ. പണ്ടും അത് തന്നെയായിരുന്നു. 4-ാമത്തെ അധ്യായം മുഴുവൻ വായിച്ച് നമുക്ക് അബ്രഹാമിന്റെ കാര്യമാണ് പറയുന്നത്. 5-ാം അധ്യായം 1 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ ഈ നീതീകരണത്തിന്റെ അടിസ്ഥാനം, വാട്ട് ഈസ് ദ ബേസ് ഓഫ് ജസ്റ്റിഫിക്കേഷൻ ആൻഡ് വാട്ട് ഈസ് ദ ബെനിഫിറ്റ്സ് ഓഫ് ജസ്റ്റിഫിക്കേഷൻ. നീതീകരണത്തിന്റെ അടിസ്ഥാനവും അതിന്റെ ഫലങ്ങളും എന്താണെന്നാണ് 5-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്. 5-ാം അധ്യായം 1 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ. നാം ഇന്നു മുതല് ഈ 3-ാം അധ്യായം 21-ാം വാക്യം മുതലൊന്ന് പഠിച്ച് തുടങ്ങുകയാണ്. ഞാൻ പറഞ്ഞു, നമ്മൾ അല്പം കുറച്ച് നാളുകൾ ഈ ഭാഗത്ത് നിന്നായിരിക്കും ചിന്തിക്കുക. കാരണം കർത്താവിന്റെ ഈ ഭൂമിയിലേക്കുള്ള വരവിനെ കുറിച്ചും കർത്താവിന്റെ കാൽവരി യാഗത്തെ കുറിച്ചും ക്രൂശിനെ കുറിച്ചൊക്കെ പലർക്കും പല അബദ്ധധാരണകളാണ്, തെറ്റായ അണ്ടർസ്റ്റാൻഡിങ്. ഈ ക്രൂശിനെ കുറിച്ചുള്ള തെറ്റായ അണ്ടർസ്റ്റാൻഡിങ്ങിനെ അല്ലെങ്കിൽ അബദ്ധധാരണകളെ ഒരു സംശയവുമില്ലാതെ കൃത്യമായ വാക്കുകളിൽ അപ്പസ്തോലൻ വിവരിച്ചിരിക്കുകയാണ് ഈ 21-ാം വാക്യം മുതൽ. എന്താണ് ക്രൂശ്? എന്തിനാണ് ക്രൂശ്? എന്തിനാണ് കാൽവരി യാഗം? നാം ധരിച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ ഒരു കോമൺ അണ്ടർസ്റ്റാൻഡിങ് കാൽവരി യാഗം എന്താണെന്നുള്ളതിനെയൊക്കെ മാറ്റി കൃത്യമായിട്ട് അപ്പസ്തോലൻ ഈ ഭാഗങ്ങളിൽ വിവരിക്കുക. എന്തിനാ കർത്താവ് വന്ന് ഈ കാൽവരിയിൽ യാഗമാക്കപ്പെട്ടത്? കാരണം എന്റെ പ്രിയരെ, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന്റെ, നമ്മുടെ വിശ്വാസത്തിന്റെയൊക്കെ അടിസ്ഥാനം കാൽവരി യാഗമാണ്. ക്രോസ് ഈസ് ദ സെന്റർ ഓഫ് അവർ ക്രിസ്ത്യൻ ലൈഫ്. ക്രൂശില്ലാത്ത ക്രിസ്തുവും ക്രിസ്തുവില്ലാത്ത ക്രൂശും പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല. ഇന്ന് പലരും പല പ്രസംഗങ്ങളിലും ഈ ക്രൂശിനെ അവോയ്ഡ് ചെയ്തിരിക്കുകയാണ്. ഹല്ലേലൂയ. ക്രൂശ് പ്രസംഗിക്കപ്പെടുന്നവർക്ക് ആൾക്കാർക്ക് വലിയ താല്പര്യവുമില്ല, വലിയ കയ്യടിയില്ല, കേൾക്കാനൊട്ടത് ആഗ്രഹവുമില്ല, കേൾക്കാൻ ആരും വരത്തുമില്ല. പക്ഷെ നമ്മുടെ ജീവിതത്തിന്റെ അടിസ്ഥാനം ക്രോസാണ്, കാൽവരിയാണ്. നമ്മുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനം, പ്രത്യാശയുടെ അടിസ്ഥാനം, സകലത്തിന്റെ അടിസ്ഥാനം കാൽവരിയാണ്. അത് നമ്മൾ എപ്പോഴൊക്കെ കൂടി വരുമ്പോഴും നമ്മൾ കാൽവരിയെ ഓർത്ത് നന്ദി പറഞ്ഞോണം. എനിക്ക് വേണ്ടി തകർക്കപ്പെട്ട കർത്താവിന്റെ ശരീരത്തെയും രക്തത്തെയും, കർത്താവ് ഈ ഭൂമിയിലായിരിക്കും പറഞ്ഞ ഒരേ ഒരു, നിങ്ങൾ എന്റെ നാമത്തിൽ കൂടി വരുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ഇവ ചെയ്യുവീൻ. ഹല്ലേലൂയ. ഞാൻ ഈ അപ്പം നുറുങ്ങുന്നത് പോലെ എന്റെ ശരീരം നിങ്ങൾക്ക് വേണ്ടി നുറുക്കി, ഈ മുന്തിരിച്ചാർ ഒഴിക്കുന്നത് പോലെ എന്റെ രക്തം ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാൽവരിയിൽ ഒഴുക്കി. അങ്ങനെ വീണ്ടെടുത്തതാ. അത് ഓർത്തോണം. എപ്പോൾ വരെ? എന്റെ വരവ് വരെ. അത് കഴിഞ്ഞാൽ നിങ്ങൾ എന്റെ കൂടെയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് ചെയ്യാനായിട്ട് തന്നിരിക്കുന്ന ഏതാനും ചില കാര്യങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഈ കർത്തൃമേശ കർത്താവിന്റെ. ഹല്ലേലൂയ. ഇവിടെ ഈ 21-ാം വാക്യം മുതൽ അപ്പസ്തോലൻ ഭയങ്കര ആഴമായ മറഞ്ഞിരിക്കുന്ന സത്യങ്ങളൊന്നുമല്ല പറഞ്ഞിരിക്കുന്നത്. വളരെ അടിസ്ഥാനപരമായ സത്യങ്ങളാണ്. വളരെ പ്ലെയിൻ ആയിട്ടുള്ള ഫൗണ്ടേഷണൽ ട്രൂത്ത്സ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഏതൊരു വ്യക്തിക്കും വായിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം, അല്ലാണ്ട് വളരെ മറഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ ആഴമായ കാര്യങ്ങളൊന്നുമല്ല, വളരെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളാണ്. ഹല്ലേലൂയ. കാരണം അടിസ്ഥാനം ശരിയല്ലെങ്കിൽ ഐ ഡോണ്ട് തിങ്ക് വി വിൽ ബി ഏബിൾ ടു റീച്ച് ദെയർ. ഇന്ന് പല പ്രസംഗകരുടെയും പ്രസംഗത്തിന്റെ ഈ വഴിവിട്ടുള്ള പ്രസംഗത്തിന്റെ അല്ലെങ്കിൽ ഈ വചനത്തെ ഇങ്ങനെ കോട്ടി അല്ലെങ്കിൽ തെറ്റായ രീതിയിൽ വ്യാഖ്യാനിക്കുന്ന പ്രസംഗങ്ങളുടെയൊക്കെ ഒരു കാരണം അവരുടെ ഒന്നും അടിസ്ഥാനം ശരിയല്ല. നമ്മുടെയും അടിസ്ഥാനം ശരിയാണെങ്കിലേ നമ്മുടെ പ്രാർത്ഥന ശരിയാകും, നമ്മുടെ ജീവിതം ശരിയാകും, നമ്മുടെ ദൈവത്തോടുള്ള നമ്മുടെ ആ ഒരു റിലേഷൻഷിപ്പ് ശരിയാവും. അടിസ്ഥാനം ശരിയായിരിക്കണം. അടിസ്ഥാനം ശരിയാവണമെങ്കിൽ എന്തിനാ ഈ കാൽവരി എനിക്ക് വേണ്ടി ഒരുക്കപ്പെട്ടത്? എന്തിനാ കാൽവരിയിൽ എന്റെ നാഥൻ യാഗമാക്കപ്പെട്ടത്?
ഹല്ലേലൂയ. അതാണ് അടിസ്ഥാനം. അടിസ്ഥാനം ലഭിച്ചവരെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുക. കാരണം നിങ്ങളൊരു ശരാശരി ഒരു ക്രിസ്ത്യാനിയോട് ചോദിക്കുക എന്തിനാ കാൽവരി യാഗമെന്ന് ചോദിച്ചാൽ കുറച്ചുപേര് പറയും സ്വർഗത്തിൽ കൊണ്ടുപോകാനാണ്. ഒരു വലിയ ഗ്രൂപ്പ് പറയുന്നത് രോഗം മാറാനും, രോഗം സൗഖ്യമാക്കാനും, വിടുതൽ ലഭിക്കാനും, ജീവിതം സുഖമായിട്ട് പോകുവാനൊക്കെയാ, അല്ലെ? അതുകൊണ്ടാണല്ലോ കാൽവരി യാഗത്തെ കുറിച്ച് കാൽവരിയിൽ നമ്മൾ വേർപെട്ട സഭയിലെ രക്തം ജയം, കാൽവരി രക്തം ജയം, അതിനൊന്നും അല്ല എന്റെ പ്രിയരെ. ഇതൊന്നും ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. അതിനൊന്നും അല്ല അടിസ്ഥാനപരമായിട്ട് കാൽവരിയിൽ രക്തം ഒഴുക്കപ്പെട്ടത്. അടിസ്ഥാനപരമായിട്ട് എന്തിനാ കർത്താവ് മരിച്ചത്? ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തില് ഞാനിത് പല പ്രാവശ്യം നമ്മുടെ ഈ കൂട്ടായ്മ പറഞ്ഞത്, നമ്മുടെ ജീവിതത്തിൽ ഒരു സുഖജീവിതം തരുവാനായിട്ടൊന്നും അല്ല കർത്താവ്. കാരണം ഈ രോഗസൗഖ്യവും കാൽവരി യാഗത്തിന് മുമ്പ് ഇല്ലായിരുന്നു. മരിച്ചവർ ഉയർത്തും കേട്ടിട്ടില്ലേ പഴയ നിയമപുസ്തകത്തില്? വിടുതൽ ലഭിച്ചിട്ടില്ലേ? അനുഗ്രഹിക്കപ്പെട്ടിട്ടില്ലേ? അപ്പൊ നമ്മളത് ചിന്തിക്കണം. അപ്പൊ കാൽവരി ഒന്നും അതിനായിരുന്നില്ല. പക്ഷെ നമുക്കൊരു രോഗം ഉണ്ടായിരുന്നു. നമുക്കൊരു രോഗമുണ്ട്. അതെന്താ? നമ്മുടെ ആത്മാവിന്റെ രോഗം. ശരീരത്തിന്റെ രോഗം പണ്ടും ചികിത്സിച്ചിട്ടുണ്ട്, പണ്ടും ഭേദമായിട്ടുണ്ട്. പക്ഷെ ആത്മാവിന്റെ രോഗത്തിന്റെ ചികിത്സയാ കാൽവരിയിൽ നടന്നത്. ആത്മാവിന്റെ രോഗത്തിന്റെ വിടുതലാ കാൽവരിയിൽ നടന്നത്. ഹല്ലേലൂയ. പാപം ഗ്രസിച്ചിരിക്കുന്നു. എന്റെ ശരീരം മുഴുവനും പാപത്തില. എന്റെ ശരീരം മുഴുവനും ഈ പാപം എന്ന രോഗത്തിന്റെ കീഴിലാണ്. ഇതിന്റെ വിടുതലിന് വേണ്ടിയിട്ട് കർത്താവ് കാൽവരിയിൽ ഹല്ലേലൂയ യാഗമാക്കപ്പെട്ടത്. ഹല്ലേലൂയ. ഈ മൂന്നാം അധ്യായം 21-26 വരെ നമ്മൾ ചിന്തിക്കുമ്പോൾ, മൂന്നാം അധ്യായത്തിന്റെ 21 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് തിടുക്കത്തിൽ നിന്ന് വായിച്ചാലോ? ഇപ്പോഴോ ദൈവത്തിന്റെ നീതി വിശ്വസിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ വിശ്വാസത്താലുള്ള ദൈവനീതി തന്നെ ന്യായപ്രമാണം കൂടാതെ വെളിപ്പെട്ടു വന്നിരിക്കുന്നു. അതിന് ന്യായപ്രമാണവും പ്രവാചകന്മാരും സാക്ഷ്യം പറയുന്നു. ഒരു വ്യത്യാസവുമില്ല. എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. അവന്റെ കൃപയാൽ ക്രിസ്തുയേശുവിന്റെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായത്ര നീതീകരിക്കപ്പെടുന്നത്. വിശ്വസിക്കുന്നവർക്ക് അവൻ തന്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. ദൈവം തന്റെ പൊറുമയിൽ മുൻകഴിഞ്ഞ പാപങ്ങളെ ശിക്ഷിക്കാതെ വിടുക നിമിത്തം തന്റെ നീതിയെ പ്രദർശിപ്പിപ്പാൻ താൻ നീതിമാനും യേശുവിൽ വിശ്വസിക്കുന്നവനെ നീതീകരിക്കുന്നവനും ആകേണ്ടതിന് ഇക്കാലത്ത് തന്റെ നീതിയെ പ്രദർശിപ്പിപ്പാൻ തന്നെ അങ്ങനെ ചെയ്തത്. ആമേൻ. ഒരു സംശയവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവത്തിന്റെ കോപത്തിന്റെ കീഴിലാണെന്നും, അഭക്തിയാണ് പാപമെന്നും, അനീതിയാണ് പാപമെന്നും, ചിലരുടെ സ്വയനീതിയാണ് പാപമെന്നും ഒക്കെ അപ്പസ്തോലൻ വളരെ വ്യക്തമായി വിവരിച്ച് ഒരു പ്രത്യാശയും ഒരു പ്രതീക്ഷയും ഇല്ലാത്ത ഒരു ടോട്ടൽ ഡെസ്പെയർ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ അപ്പസ്തോലൻ ഒരു വലിയ ഒരു ക്യാൻവാസ് എടുത്തിട്ട് അതിലേക്ക് ബ്ലാക്ക് കളർ വെച്ച് മൊത്തം പെയിന്റ് ചെയ്ത് ഒരു കംപ്ലീറ്റ് ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരു ക്യാൻവാസ് ചെയ്തതിന് ശേഷം സഡൻ മൂന്നാം അധ്യായത്തിന്റെ 21-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ വളരെ വളരെ ഫ്രഷ് ആയ, വളരെ റിജുവനേറ്റിംഗ് ആയ ദൈവത്തിന്റെ നീതിയെ കുറിച്ച് പറയുകയാണ്. ഏതാനും 1-2 അധ്യായങ്ങൾ പാപത്തെ കുറിച്ച് പറഞ്ഞ് മനുഷ്യന്റെ പാപത്താൽ പിടിക്കപ്പെട്ട അല്ലെങ്കിൽ പാപം ഗ്രസിച്ചിരിക്കുന്ന ആ ഒരു ടോട്ടൽ നഷ്ടപ്പെട്ട അവസ്ഥയെ കുറിച്ച് പറഞ്ഞിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് അപ്പോസ്തലൻ പറയുക, ദൈവത്തിന്റെ നീതി വെളിപ്പെടുന്നു കാൽവരിയിൽ യേശുക്രിസ്തുവിലൂടെ. ഹല്ലേലൂയ. മനുഷ്യന്റെ അനീതിയെ കുറിച്ച് പറഞ്ഞിട്ട് അപ്പോസ്തലൻ ഉടനെ തന്നെ ദൈവത്തിന്റെ നീതിയെ കുറിച്ച് പറയുകയാണ്. മനുഷ്യൻ അനീതി ചെയ്ത് ദൈവത്തിന്റെ കോപത്തിന്റെ കീഴിലാണെന്ന് പറഞ്ഞിട്ട് ഉടനെ തന്നെ അപ്പോസ്തലൻ ദൈവം ഈ മനുഷ്യനെ ദൈവത്തിന്റെ കോപത്തിൽ നിന്ന് വിടുവിപ്പാനായിട്ട് തന്റെ പുത്രനെ കാൽവരിയിൽ യാഗമാക്കി
ആ നീതിയെ പ്രദർശിപ്പിച്ചിരിക്കുന്നു എന്ന ആ വളരെ റിജുവലേറ്റിംഗ് ആയിട്ടുള്ള ഒരു ട്രൂത്ത് ഇമ്മീഡിയറ്റ് ആയിട്ട് ഈ ക്യാൻവാസിലേക്ക് പകർത്തുകയാണ്. ആ 21 വാക്യം മുതൽ നാം കാണുന്നത്. ഹല്ലേലൂയ. എന്നിട്ട് അതിന്റെ 26, 27 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ ഈ സ്റ്റേറ്റ്മെന്റ് താൻ പറഞ്ഞപ്പോൾ തന്റെ ഈ വാദഗതിക്കെതിരെ പൊങ്ങി വന്ന തന്റെ ഈ ആശയത്തെ, വിശ്വാസത്താലുള്ള നീതീകരണത്തെ കുറിച്ച് താൻ പറഞ്ഞപ്പോൾ അതിനെതിരെ പൊങ്ങി വന്ന വാദഗതികളെ എല്ലാം അപ്പോസ്തലൻ ഖണ്ഡിക്കുന്നതാണ് 27 മുതൽ 31 വരെ. അതൊക്കെ നമുക്ക് പിന്നീട് ചിന്തിക്കാം. ഞാൻ ആ ഭാഗം ഒന്ന് വ്യക്തമാക്കി. എന്നിട്ട് 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോ വിശ്വാസത്താലുള്ള നീതീകരണത്തെ കുറിച്ച് പറഞ്ഞിട്ട് അതിനെ ഒന്ന് സബ്സ്റ്റാൻഷിയേറ്റ്, അതിനെ ഒന്ന് വിശദീകരിക്കാനായിട്ട് പഴയ നിയമ പുസ്തകത്തിലെ അബ്രഹാം പിതാവിന്റെ ആ സംഭവ കഥ അതെടുത്ത് പറഞ്ഞ് ആ വിശ്വാസത്താലുള്ള നീതീകരണത്തെ അപ്പോസ്തലൻ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുക. ഞാൻ ഈ ഭാഗമൊക്കെ വായിച്ചപ്പോൾ ഞാൻ ചിന്തിക്കുകയാണ്, നമുക്ക് ശരാശരി ഒരു വ്യക്തിക്ക് അബ്രഹാമിന്റെ കഥ എന്താണെന്ന് മനസ്സിലായത്. അബ്രഹാമിന്റെ കഥ, അബ്രഹാം മെസപ്പൊത്തോമിയയിലായിരുന്നു, വിഗ്രഹങ്ങളെ ഉണ്ടാക്കി പാവം, ഒരു പട്ടിണി പാവം, ഒരു ഗതിയും പരഗതിയില്ല. ദൈവം അബ്രഹാമിന് പ്രത്യക്ഷപ്പെട്ട് അബ്രഹാമിനോട് പറഞ്ഞ്, ഞാൻ നിന്നെ അനുഗ്രഹിക്കും, ഞാൻ നിന്നെ ഒരു ദേശത്തേക്ക് കൊണ്ടുപോകും. അവനെ വിളിച്ച് വേർതിരിച്ച് കുറെ നാൾ കഴിഞ്ഞപ്പോൾ അബ്രഹാമിനെ അനുഗ്രഹിച്ച ഒരു സന്തതിയും കൊടുത്ത് അവനെ തേനും പാലും ഒഴുകുന്ന ഒരു ദേശത്തേക്ക് കൊണ്ടുപോയി. ഇതാ ഒരു ശരാശരി ക്രിസ്ത്യാനിക്ക് അബ്രഹാമിന്റെ കഥയിൽ നിന്ന് മനസ്സിലാവുന്നു. പക്ഷെ പോൾ അങ്ങനെയല്ല കാണുന്നത്. പോൾ അബ്രഹാമിന്റെ ആ കഥയെ, അല്ലെങ്കിൽ ആ സംഭവത്തെ, അബ്രഹാമിന്റെ വിളിയെ പുതിയ നിയമത്തിന്റെ കാതലായ ഉപദേശത്തെ ഉറപ്പിപ്പാനായിട്ട് അപ്പോസ്തലൻ ഈ അബ്രഹാമിന്റെ വിളിയെ എടുത്ത് ഉദാഹരിക്കുകയാണ്. Look at the call of Abraham. അബ്രഹാം എങ്ങനെ നീതീകരിക്കപ്പെട്ടു? നമ്മൾ ആ ഭാഗം പഠിക്കുമ്പോൾ മനസ്സിലാവും. അബ്രഹാം വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടു. ഹല്ലേലൂയ. അബ്രഹാമിന്റെ സ്റ്റോറിയെ കാൽവരിയുമായിട്ട് കണക്ട് ചെയ്താണ് അപ്പോസ്തലനോട് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ എന്റെ പ്രിയരെ, നമ്മൾ പഴയ നിയമ പുസ്തകം വായിക്കുമ്പോഴും പഠിക്കുമ്പോഴും ധ്യാനിക്കുമ്പോഴും എപ്പോഴും പഴയ നിയമ പുസ്തകം പുതിയ നിയമ പുസ്തകത്തിന്റെ വെളിച്ചത്തിൽ വേണം നമുക്ക് മനസ്സിലാക്കുവാൻ. അതുകൊണ്ടാണ് നമ്മുടെ പ്രാർത്ഥനയിലൊക്കെ ചിലപ്പോ ശത്രു മുടിഞ്ഞു പോകും, അവന്റെ തല തെറിച്ചു പോകും, വായ്പ മേടിക്കത്തില്ല, ഒരു പ്രശ്നവും ഉണ്ടാകത്തില്ല, സകലതും അനുഗ്രഹം മാത്രമായിരിക്കും. ഇത് ഈ പുതിയ നിയമത്തിന്റെ വെളിച്ചത്തിൽ നമുക്ക് മനസ്സിലായാൽ നമ്മുടെ പ്രാർത്ഥനകളൊന്നും അങ്ങനെ ആയിരിക്കില്ല എന്റെ പേര്. നിങ്ങൾ അബ്രഹാമിലേക്ക് ഒന്ന് നോക്കിക്കുക. അബ്രഹാമിനെ അനുഗ്രഹിച്ചിട്ട് അബ്രഹാം എങ്ങനെയാ ജീവിച്ചത്? യോസെഫിനെ അനുഗ്രഹിച്ചിട്ട് യോസെഫ് എങ്ങനെയാ ജീവിച്ചത്? ദാവീദിനെ അനുഗ്രഹിച്ചിട്ട് ദാവീദ് എന്താ കണ്ടത്? പഴയ നിയമ വിശുദ്ധന്മാരൊക്കെ എടുത്തു നോക്കിക്കേ. ഹല്ലേലൂയ. അവർക്ക് ആ നിത്യതയുടെ വെളിപ്പാടിൽ അവർ ജീവിച്ചു. ഇത് നമുക്ക് മനസ്സിലാവുന്നില്ല. നമ്മൾ എടുത്തിട്ട്, കാരണം ഈ അടിസ്ഥാനം ഇല്ലല്ലോ, അതാ പ്രശ്നം. നമുക്ക് കാൽവരി യാഗത്താലുള്ള ക്രിസ്തുവേശുവിന്റെ കാൽവരി യാഗത്താലുള്ള നമ്മിൽ വന്ന ആ അടിസ്ഥാനപരമായ മാറ്റം, അല്ലെങ്കിൽ നമുക്ക് എന്ത് അടിസ്ഥാനപരമായി സംഭവിച്ചു എന്നുള്ള ഒരു അതിനെക്കുറിച്ചുള്ള ഒരു വെളിപ്പാടില്ല. പിന്നെ എങ്ങനെയാ പഴയ നിയമം അങ്ങനെ ചിന്തിക്കാനായിട്ട് സാധിക്കുന്നത്? അപ്പൊ നമുക്ക് തോന്നും എല്ലാം ശരിയാവും. അത് ഈ അടിസ്ഥാനമില്ലാത്തവരാ ഇങ്ങനെ പിടിച്ചു വെച്ചിട്ട് അങ്ങ് കിട്ടിയേ മതിയാവൂ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്റെ പ്രിയരെ, പിടിച്ചു വെച്ച് പ്രാർത്ഥിച്ച് നേടാൻ നമുക്ക് പ്രമാണമില്ല പുതിയ ദൈവത്തിൽ, അറിയാമോ? പിടിച്ചു വെച്ച് കിട്ടിയേ പറ്റൂ, അങ്ങനെയൊന്നൊരു പ്രമാണമില്ല. ഒന്നിലുണ്ട്, അതാണെന്നറിയോ? നിത്യത. അത് നമുക്ക് പിടിച്ചു വെച്ച് പോരാ.
പിടിച്ചു വെച്ച് പ്രാർത്ഥിക്കാം. അത് നമുക്ക് വാഗ്ദത്തം തന്നതാണ്. ഹല്ലേലൂയ. നമ്മുടെ നിത്യത. ബാക്കിയൊന്നും ഒരു ഗ്യാരണ്ടി ഇല്ല. കിട്ടിയ വാങ്ങിച്ചോ, ദൈവം തന്ന. ഹല്ലേലൂയ. ഈ എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ വിശ്വാസികളുടെ ഒരു വലിയ പട്ടിക പറയുന്നുണ്ട്. അബ്രഹാം മുതൽ അങ്ങ് തുടങ്ങുകയാണ്. ആ ഭാഗം ഒന്ന് എടുത്താല് എബ്രായ ലേഖനകർത്താവ് പോളാന്നാ വിശ്വസിക്കുന്നത്. പോള് തന്നെ പറയുക. ഹല്ലേലൂയ. അങ്ങനെ പറഞ്ഞ് അവസാനം വിശ്വാസവീരന്മാരുടെ പട്ടികയിൽ 35-ാം വാക്യം മുതൽ അങ്ങ് വരുമ്പോൾ ചിലരെ കുറിച്ച് പറയുന്നുണ്ട്. തങ്ങളുടെ അന്യന്മാരുടെ സൈന്യങ്ങളെ ഓടിച്ച് സ്ത്രീകൾക്ക് തങ്ങളുടെ മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിനാൽ തിരികെ കിട്ടി. മറ്റു ചിലർ ഏറ്റവും നല്ലൊരു ഉയർത്തെഴുന്നേൽപ്പ് ലഭിക്കേണ്ടതിന് ഉദ്ധാരണം കൈക്കൊള്ളാതെ മർദ്ദനയേറ്റു. വിശുദ്ധന്മാരുടെ അല്ലെങ്കിൽ വിശ്വാസികളുടെ പട്ടിക പറഞ്ഞിരിക്കുക. വേറെ ചിലർ പരിഹാസം, ചമ്മട്ടി, ചങ്ങല, തടവ് ഇവയാലുള്ള പരീക്ഷ അനുഭവിച്ചു. കല്ലേറേറ്റു, ഈർച്ചവാളാൽ അറക്കപ്പെട്ടു, പരീക്ഷിക്കപ്പെട്ടു, വാളാൽ കൊല്ലപ്പെട്ടു. അപ്പൊ ഇവരുടെയൊക്കെ കാര്യമോ? വാട്ട് അബൌട്ട് ദീസ് പീപ്പിൾ? ഇവരെയും എവിടെയാ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പുതിയ നിയമത്തിൽ? ഈ വിശുദ്ധന്മാരുടെ വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടവരുടെ പട്ടികയിലാണ്. അങ്ങനത്തെ ഒരു ലൈഫും ഉണ്ട് എന്റെ പ്രിയരെ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇത് കിട്ടിയേ പറ്റൂ. അങ്ങനെ ചിന്തിക്കരുതേ. അത് ദൈവവചന അടിസ്ഥാനപരമായിട്ടുള്ള ഒരു പ്രാർത്ഥനയല്ല. ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ പ്രാർത്ഥനകൾ കർത്താവേ അവിടുത്തെ ഹിതമെങ്കിൽ നടക്കട്ടെ. എന്റെ ആഗ്രഹം ഇതാ. എന്റെ ജോലിയോടുള്ള ബന്ധത്തിൽ ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുണ്ട്. കരഞ്ഞെന്റെ തലയെണ്ണ നനയത്ത രീതിയിൽ ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. പക്ഷെ എങ്കിലും കർത്താവേ എന്താണ് അവിടുത്തെ ഹിതം, അത് നടക്കണം. ഹല്ലേലൂയ. നമ്മുടെ പ്രാർത്ഥനകളെല്ലാം അങ്ങനെയായിരിക്കണം പ്രിയ. നമുക്ക് അതിനെ പ്രൊവിഷൻ ഉള്ളൂ. ദൈവത്തിന്റെ ഹിതമാണെങ്കിൽ നടക്കട്ടെ. കാരണം അതാ നന്മയും പ്രസാദവും പൂർണ്ണതയും. ഹല്ലേലൂയ. ഈ അധ്യായത്തിന്റെ 8-ാം അധ്യായത്തിന്റെ 28-ാം വാക്യത്തിൽ പറയുന്നത്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടിരിക്കുന്ന സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. എന്താ നന്മ? ഞാൻ പോകുന്നു, ഞാൻ പോയാൽ നിങ്ങൾക്ക് അതാ ദൈവം പറഞ്ഞിരിക്കുന്ന നന്മ. ആ നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. ആ നന്മയെ നോക്കുമ്പോൾ ചിലപ്പോ നീ കടന്നു പോകുന്ന ഒരു കഷ്ടതയിൽ കൂടിയാണെങ്കിൽ ദൈവത്തിന്റെ കാഴ്ചപ്പാടി അതാ നിനക്ക് നല്ലത്. നിനക്ക് ഇപ്പൊ അറിയില്ല, അതുകൊണ്ടാ. ഹല്ലേലൂയ. നമുക്കിത് പറയില്ല. ദൈവം നോക്കുമ്പോ നിനക്കൊരു ഇത് 70 അല്ല 80. പക്ഷെ അതിനുശേഷം വരുന്ന നിത്യത എന്റെ പ്രിയരെ എത്ര കാരുണ്യവാനാ. ഹല്ലേലൂയ. നമ്മള് പിടിവിട്ട് കുതറി ഓടിയിട്ടും പിടിച്ചിരിക്കുകയാണ്. അല്ലേ നമ്മൾ എപ്പോഴേ പോയനെ. പാട്ടുകാരൻ പണ്ട് മരിച്ചു പോയിരുന്നെങ്കിൽ ചെന്നേ ഞാൻ വന്നരകമതി. ദൈവം നമ്മളെ അങ്ങനെ കൈവിടാതിരുന്ന ദൈവത്തിന്റെ സ്നേഹമാണ്. ഹല്ലേലൂയ. ഈ സ്നേഹത്തെ ഓർത്ത് നമ്മൾ എപ്പോ സന്നിധിയിൽ ഉയരങ്ങളിലേക്ക് ഓർമ്മ വന്നാലും നന്ദി ആദ്യം പറയണം. കിട്ടണം തന്നെന്നല്ല, നന്ദി ദൈവമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ ഞാൻ പറഞ്ഞത്, പുതിയ നിയമത്തിന്റെ പഴയ നിയമം പുതിയ നിയമത്തിന്റെ വെളിച്ചത്തിൽ വേണം പ്രിയരെ മനസ്സിലാക്കുവാൻ. ഞാനിത് പറയുമ്പോ നേരത്തെ പറഞ്ഞത് ഒന്നുകൂടെ ആവർത്തിക്കുക. ഈ ബ്രദർ എപ്പോഴും ഇതിനെക്കുറിച്ച് അവരല്ലേ, ദൈവം നടത്തില്ല എന്നോ, ദൈവം എന്റെ ജീവിതത്തിൽ നടത്തിയില്ല, എനിക്കിപ്പോ ഒരു ജോലി ദൈവം തന്നില്ലേ, ദൈവം നടത്തില്ലെന്നോ, നിങ്ങളുടെ ആവശ്യങ്ങളൊക്കെയും. കാരണം ദുഷ്ടന്റെ മേലും നീതിമാന്റെ മേലും മഞ്ഞും മഴയെയും ഒഴിക്കുന്നവൻ തന്റെ പുത്രന്റെ രക്തത്താൽ വീണ്ടെടുത്ത തന്റെ പ്രിയ മക്കളെ എത്രയധികം ഈ ബോധ്യത്തിലായിരിക്കണം പ്രാർത്ഥിക്കുന്നത്. ഹല്ലേലൂയ. 4-ാമത്തെ ചാപ്റ്റർ വിശ്വാസത്താലുള്ള നീതീകരണം എന്തെന്ന് മനസ്സിലാക്കി തരുവാനായിട്ട് അബ്രഹാമിന്റെ കഥ എടുത്ത് പറഞ്ഞിരിക്കുക. അബ്രഹാമിന്റെ കഥ എടുത്ത് വിവരിച്ചിരിക്കും. നമ്മൾ അതൊക്കെ വാക്യം പ്രതി വാക്യമായിട്ട് നമ്മൾ പഠിക്കും. ഹല്ലേലൂയ. ഇവിടെ 21 മുതൽ 26 വരെയുള്ള വാക്യങ്ങളിലേക്ക് നമുക്ക് തിരിച്ചു വരാം. 21 മുതൽ 26 വരെയുള്ള വാക്യങ്ങളിൽ അവിടെ ആവർത്തിച്ചു വരുന്നൊരു പദമുണ്ട്, ദൈവത്തിന്റെ നീതി. ദൈവത്തിന്റെ നീതി, ദൈവനീതി. ഹല്ലേലൂയ.
ഈ ദൈവത്തിന്റെ നീതിയെക്കുറിച്ച് ഞാൻ കഴിഞ്ഞ 1-2 ക്ലാസ്സുകൾക്ക് മുൻപ് എന്താണെന്ന് ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചിരിക്കുന്നു. അതിന് പല അർത്ഥവ്യാപ്തിയുണ്ട് വചനത്തിൽ. ഒന്നാമത്തത് ദൈവത്തിന്റെ സ്വഭാവം ആണ്. ദൈവത്തിന്റെ ദ റൈച്ചസ്നെസ് ഓഫ് ഗോഡ്, അത് ദൈവത്തിന്റെ നീതി. ദൈവം നീതിമാനാകുന്നു, അല്ലെ? അവന്റെ രാജത്വത്തിന്റെ ചെങ്കോൽ നീതിയുള്ള ചെങ്കോലാകുന്നു. നീതിയെ ഇഷ്ടപ്പെടുകയും ദുഷ്ടതയെ ദ്വേഷിക്കുകയും ചെയ്യുന്ന ദൈവം. ദൈവത്തിന്റെ സ്വഭാവമാ നീതി എന്നുള്ളത്. റൈച്ചസ് ഗോഡ്, നീതിമാനാകുന്ന ദൈവമാണ്. എന്റെ പ്രിയരെ, ഇത് ഓർത്തോണം കേട്ടോ. അതുകൊണ്ട് എക്സ്ക്യൂസസ് ഒന്നുമില്ല. ഞാൻ പലപ്പോഴും ഓർക്കാറുള്ള കാര്യം, എക്സ്ക്യൂസസ് ഒന്നുമില്ല. ഹല്ലേലൂയ. ദൈവം നീതിമാന. പാപത്തെ വെറുക്കുകയും പാപിയെ സ്നേഹിക്കുകയും ചെയ്യും. പക്ഷെ പാപവുമായിട്ട് ദൈവം എന്നെ വിളിച്ച് വേർതിരിച്ചതാ, പറ്റി, എക്സ്ക്യൂസ് ആവുന്നോ? അങ്ങനെ ഇല്ല. കാരണം ദൈവത്തിന്റെ സ്വഭാവമാ നീതി. ഈസ് എ റൈച്ചസ് ഗോഡ്. ഹല്ലേലൂയ. അതുകൊണ്ടാ ചിലപ്പോഴൊക്കെ നമ്മൾ ഓർക്കും, നമ്മള് വിളിച്ചു വേർതിരിക്കപ്പെട്ടവര് ദൈവത്തിന്റെ ബിലവഡ് ചിൽഡ്രൻ, പ്രിയ പുത്രന്മാർ, പ്രിയ മക്കൾ എന്നൊക്കെ പറയുന്നു. പക്ഷെ നമ്മൾ ഇവിടെയൊക്കെ നടക്കുന്നവരെ കാണുമ്പോൾ അവർക്കും ദൈവം നീതിമാനാണ്. ദൈവം തന്റെ നീതിയിലെല്ലാം ചെയ്യുന്നത്. ഹല്ലേലൂയ. അത് ദൈവത്തിന്റെ നീതിയെക്കുറിച്ച് പറയുന്ന ഒരു അർത്ഥമാണ് വചനത്തിൽ. ദൈവത്തിന്റെ സ്വഭാവം. 2, ദൈവം തന്റെ പുത്രനാകുന്ന യേശു കർത്താവിലൂടെ കാൽവരിയിലൂടെ ദൈവം ചെയ്തെടുത്ത ആ സേവിങ് ഇനീസിയേഷൻ, ആ രക്ഷാ പദ്ധതി, അല്ലെങ്കിൽ പാപിയെ രക്ഷിപ്പാൻ ദൈവം എടുക്കുന്ന ആ സ്റ്റെപ്പിനെ കുറിച്ചും ദൈവത്തിന്റെ നീതി എന്ന് പറയാറുണ്ട്. ഹല്ലേലൂയ. തന്റെ പുത്രനെ കാൽവരിയിൽ തകർത്ത് പാപിയെ രക്ഷിപ്പാൻ ദൈവം എടുക്കുന്ന ആ ഇനീഷിയേഷനെ ദൈവനീതി എന്ന് പറയാറുണ്ട്. വചനത്തിൽ നമുക്ക് മനസ്സിലാക്കാം. അതും ദൈവത്തിന്റെ നീതിയായിട്ടാണ് കാണുന്നത്. പിന്നെ എ റൈച്ചസ് സ്റ്റാൻഡിങ് ബിഫോർ ഗോഡ്. ഹല്ലേലൂയ. ഒരു പാപിയെ കൃപാസനത്തിന്റെ അടുക്കിലേക്ക്, ദൈവത്തിന്റെ അടുക്കിലേക്ക് കടന്നു വരുവാൻ ദൈവം തന്റെ കൃപാദാനമാകുന്ന നീതി അവന് നൽകുന്നു, അവനെ നീതീകരിക്കുന്നു. അതിനെക്കുറിച്ചും ദൈവനീതി എന്ന് പറയാറുണ്ട്. കാൽവരിയിൽ നാം ദൈവനീതിയെ കാണുന്നു. ദൈവം നീതിമാനാകുന്നു. കാൽവരിയിലൂടെ ഒരു പാപിയെ ദൈവസന്നിധിയിലേക്ക് അടുപ്പിക്കുന്ന ദൈവത്തിന്റെ കൃപാദാനമാകുന്നത് ദൈവത്തിന്റെ നീതി എന്ന് നാം വിശ്വസിക്കുന്നു. നമ്മൾ അങ്ങനെയും അതിനെ മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം അതുകൊണ്ടാണല്ലോ പോൾ പറയുന്നത്, നാം അവനിൽ ദൈവത്തിന്റെ നീതി ആകേണ്ടതിന് തന്നെ. ഹല്ലേലൂയ. അങ്ങനെ നാം ക്രിസ്തുവിൽ ദൈവത്തിന്റെ നീതി ആകേണ്ടതിന് തന്നെ. തുടർന്ന് 21-ാം വാക്യത്തിൽ, ഈ 1-ാം അധ്യായം 17-ാം വാക്യത്തിൽ പറഞ്ഞ കാര്യം ഒന്ന് വിശദീകരിക്കും. ഞാൻ കാര്യം ഇവന്റെ പ്രിയ, ഇത് അത്ര രസമുള്ള കാര്യമല്ല ഞാൻ പറയുന്നത്. ഇറ്റ്സ് എ ഹാർഡ് മീറ്റ്. ഇനി അങ്ങോട്ട് നല്ല ഹാർഡായിരിക്കും കാര്യങ്ങൾ. ഇനി കട്ടിയുള്ള ആഹാരമാണ് കഴിക്കാൻ പോകുന്നത്. പാലല്ല, ഇനി കട്ടിയുള്ള ആഹാരമാണ്. എനിക്കറിയാം നിങ്ങൾ ക്ഷീണിച്ചായിരിക്കും വന്നിരിക്കുന്നത്. ഒരു ബിസി ഡേ ആയിരുന്നു. പക്ഷെ അല്പം കൂടെ ഒന്ന് ഉത്സാഹത്തോടെ ആഗ്രഹത്തോടെ ഇരിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തീർച്ചയായിട്ടും പ്രവർത്തിക്കും. എനിക്ക് ഉറപ്പുണ്ട് നമ്മുടെ ഈ റോമാലേഖന പഠനം നമ്മുടെ ജീവിതത്തിനെ സമൂലം മാറ്റും. എന്നെ മാറ്റിയത് ഈ റോമാലേഖന പഠനമാണ്. ഈ റോമാലേഖനമാ എനിക്ക് രക്ഷയെന്ന ആ ഉറപ്പിലേക്ക് എന്നെ കൊണ്ടുവന്നത്. ഹല്ലേലൂയ. റോമാലേഖന പഠനം തീർച്ചയായിട്ടും എന്റെ അണ്ടർസ്റ്റാൻഡിങ്ങിൽ രക്ഷിക്കപ്പെടുന്ന ഏതൊരു വ്യക്തിയും പഠിക്കേണ്ട ഒരു ലേഖനമാ റോമാലേഖനം. എന്താണ് രക്ഷ? എന്താണ് കാൽവരി? എന്താണ് കാൽവരിയാഗം? എന്താണ് ജസ്റ്റിഫിക്കേഷൻ? എന്താണ് വിശുദ്ധീകരണം? എന്താണ് തേജസ്കരണം? ഇതെല്ലാം റോമാലേഖനത്തിലാണ് പറഞ്ഞിരിക്കുന്നത്, കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഈ 1:17 പറയുക, അത് രക്ഷയ്ക്കായി ദൈവത്തിന്റെ ശക്തിയാകുന്നുവല്ലോ, അതിൽ ദൈവത്തിന്റെ നീതി വെളിപ്പെട്ടിരിക്കുന്നു വിശ്വാസം ഹേതു. ഏതിൽ? സുവിശേഷത്തിൽ ദൈവത്തിന്റെ നീതി വെളിപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ. അതാ 21-ാം വാക്യത്തിൽ പറയുന്നത്. ഇപ്പോഴോ ദൈവത്തിന്റെ നീതി വിശ്വസിക്കുന്ന ഏവർക്കും യേശുക്രിസ്തുവിലെ വിശ്വാസത്താലുള്ള ദൈവനീതി തന്നെ ന്യായപ്രമാണം കൂടാതെ വെളിപ്പെട്ടു
കൊണ്ടുവന്നിരിക്കുന്നു എന്ന് 21 വാക്യത്തിൽ പറഞ്ഞിട്ട് 22 വാക്യത്തിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് അപ്പസ്തലൻ പറയുക, അതിന് ന്യായപ്രമാണവും പ്രവാചകന്മാരും സാക്ഷ്യം പറയുന്നു. എന്താ ആ വാക്യം അവിടെ അപ്പസ്തോലൻ ഉപയോഗിച്ചിരിക്കുന്നറിയാവോ? ദൈവത്തിന്റെ നീതി സുവിശേഷത്തിലാ വെളിപ്പെട്ടിരിക്കുന്നത്. ഇത് ന്യായപ്രമാണം കൂടാതെ നമുക്ക് ലഭിച്ചിരിക്കുന്നു. എന്നിട്ട് 22 വാക്യത്തിൽ അപ്പസ്തോലൻ പറയുക, ന്യായപ്രമാണവും പ്രവാചകന്മാരും ഇതിന് സാക്ഷ്യം പറയുന്നു. അപ്പസ്തോലൻ പറയുക, ഞാൻ നിങ്ങളോട് ഇനി പറയുവാൻ പോകുന്ന വിശ്വാസത്താലുള്ള നീതീകരണം ഇതെന്റെ ഒരു പുതിയ കണ്ടുപിടുത്തമൊന്നുമല്ല. ഞാൻ പറഞ്ഞു മനസ്സിലാവുന്നുണ്ടോ? ഇത് പഴയ നിയമ പുസ്തകങ്ങളും തിരുവെഴുത്തുകളും പ്രവാചകന്മാരും സാക്ഷ്യം പറഞ്ഞതാണ്. ഇതൊരു പുതിയ കാര്യമല്ല. വിശ്വാസത്താലുള്ള ക്രിസ്തുവേശുവിലുള്ള വിശ്വാസത്താലുള്ള നീതീകരണം എന്നുള്ളത്, പ്രവൃത്തിയാലല്ല വിശ്വാസത്താലുള്ള നീതീകരണം എന്നുള്ളത് ഒരു പുതിയ എന്റെ കണ്ടുപിടുത്തമല്ല. ഇതിന് ന്യായപ്രമാണവും പ്രവാചകന്മാരും സാക്ഷ്യം. ലുക്ക് അറ്റ് ദി ഓൾഡ് ടെസ്റ്റമെന്റ്. പഴയ നിയമം പുസ്തകം മുഴുവൻ ഇതിനെ കുറിച്ചല്ല പറയുന്നത്. അതുകൊണ്ടാണ് ആ 4-ാം അധ്യായത്തിലേക്ക് അപ്പോസ്തലൻ അബ്രഹാമിന്റെ കാര്യം എടുത്തു പറയുന്നത്. അബ്രഹാം എങ്ങനെ നീതീകരിക്കപ്പെട്ടു എന്നാണ് നിങ്ങൾ വിശ്വസിച്ചിരിക്കുന്നത്? അബ്രഹാം വിശ്വാസത്താലാണ് നീതീകരിക്കപ്പെട്ടത്, ഒരു പ്രവൃത്തിയാലുമല്ല. ഹല്ലേലൂയ. ഇത് ദൈവത്തിന്റെ തിരുഹൃദയത്തിൽ മറഞ്ഞിരുന്ന ഒരു മർമ്മമായ എന്റെ പ്രിയരേ സഭ. ഇറ്റ് ഈസ് നോട്ട് ആൻ ആഫ്റ്റർ തോട്ട് ഓഫ് അവർ ഗാഡ്. ദൈവത്തിന്റെ ഒരു ആഫ്റ്റർ തോട്ട് അല്ല. ആദ്യം യഹൂദനെ ഒന്ന് വിളിച്ചു, അവരെ ഒന്ന് പരീക്ഷിച്ചൊക്കെ നോക്കി, യഹൂദനെ ശരിയായില്ല, എന്നാ പിന്നെ യഹൂദനെ അങ്ങ് കളഞ്ഞിട്ട് നീ അടുത്ത പരിപാടി തുടങ്ങാം. അങ്ങനെയല്ല. ഹല്ലേലൂയ. എഫേസ്യർ ലേഖനം 1:4 എന്താ പറയുന്നത്? എഫേഷ്യൻസ് 1:4. നാമം തന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ അവൻ മനുഷ്യനോ എന്തെങ്കിലും ദൈവം ഉണ്ടാക്കുന്നതിന് മുൻപേ എന്റെ പ്രിയരെ നിങ്ങളെയും എന്നെയും ദൈവം തെരഞ്ഞെടുത്തെന്നാ പറഞ്ഞത്. ലോകസ്ഥാപനത്തിന് മുൻപേ. അല്ലാതെ ഇത് അപ്പസ്തോലൻ പുതിയതായിട്ട് ഉണ്ടാക്കിക്കൊണ്ടുവന്നൊരു കാര്യമല്ല. ദൈവത്തിന്റെ ഒരു ആഫ്റ്റർ തോട്ട് അല്ല. സഭ, ദൈവമക്കൾ, ക്രിസ്തുവേശുവിലുള്ള നീതീകരണം എന്നാണ് പറയുന്നത്. ലോകസ്ഥാപനത്തിന് മുൻപേ. അങ്ങനെയല്ല എഴുതിയിരിക്കുന്നത്. നാമോ തന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന്. എങ്ങനെയാ വിശുദ്ധരും നിഷ്കളങ്കരും ആകുന്നത്? ഹല്ലേലൂയ. ക്രിസ്തുവേശുവിലുള്ള വിശ്വാസത്താൽ അവൻ ലോകസ്ഥാപനത്തിന് മുൻപേ നമ്മെ ആരിൽ തെരഞ്ഞെടുത്തു? ദൈവം അവനിൽ തെരഞ്ഞെടുത്തു. ക്രിസ്തുവേശുവിൽ നമ്മെ തെരഞ്ഞെടുത്തു. ക്രിസ്തുവേശുവിലൂടെയുള്ള രക്ഷാപദ്ധതി എന്നുള്ളത് ദൈവത്തിന്റെ അനാദി മുതലേ ദൈവത്തിന്റെ ഉള്ളിൽ മറഞ്ഞിരുന്ന മർമ്മമാ സഭ. ഈ സഭയുടെ അംഗമാകാനായിട്ട് എന്റെ പ്രിയരെ നമ്മളെ വിളിച്ചിരിക്കുന്നത്. നമ്മളെ ഈ സഭയുടെ അംഗമാക്കിയിരിക്കുക മണവാട്ടി സഭ. പഴയ നിയമ വിശുദ്ധന്മാർക്ക് പോലും ലഭിക്കാതിരുന്ന ഒരു ഭാഗ്യമല്ലേ എന്റെ പ്രിയരെ? എന്റെ പ്രിയരെ, നമ്മൾ അബ്രഹാമിന്റെയോ ഇസഹാക്കിന്റെയോ ദാവീദിന്റെയോ അല്ലെങ്കിൽ പഴയ നിയമകാലത്ത് എപ്പോഴെങ്കിലും ജനിക്കാമായിരുന്നില്ലേ? നിങ്ങൾ എപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ട് എനിക്ക് ആ സമയത്ത് ജനിക്കായിരുന്നല്ലോ? എന്തുകൊണ്ട് ഞാൻ ആ സമയത്ത് ജനിച്ചില്ല? എന്തുകൊണ്ട് ഞാൻ ഇന്ന് കൃപായുഗത്തിൽ ഈ പുതിയ നിയമകാലത്ത് വന്ന് ജനിച്ചു? എനിക്കൊന്ന് ഈ സഭയുടെ അംഗമാകാൻ സാധിച്ചു. ദൈവം നേരത്തെ കണ്ടിട്ടുണ്ട് എന്നെ നിങ്ങളെയും. അതുകൊണ്ടാ പറഞ്ഞു, നമ്മൾ ഈ വിളിയെ തുച്ഛമായിട്ട് കണ്ട് നമ്മൾ തോന്നിയതുപോലെ ഇട്ട് കളയരുതേ. ചുമ്മാണോ ആ വ്യാപാരി തനിക്കുള്ളതെല്ലാം വിറ്റ് നിലം വാങ്ങിയത്? നമ്മയും കാണുമ്പോ പലരും പറയും ഹല്ലേലൂയ. എന്റെ പ്രിയരെ,
എന്റെ ജീവിതത്തിലേക്ക് ഇന്ന് നോക്കിയാലും എന്റെ ഭവനത്തിലുള്ളവരൊക്കെ ഇപ്പോഴും ഞങ്ങളെ ഇരുന്ന് ചിരിക്കുകയും കളിയാക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ ഞങ്ങൾക്കറിയാം ഞങ്ങളെ വിളിച്ചവൻ വിശ്വസ്തനാണെന്ന്. അവൻ അങ്ങ് എത്തിക്കും. കളിയാക്കിക്കോട്ടെ, ചിരിച്ചോട്ടെ, കുത്തുവാക്കുകൾ പറഞ്ഞോട്ടെ, പക്ഷെ ദൈവം നടത്തും. ഹരി അത് 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 ഒരു വ്യക്തിയിലുമല്ല, കർത്താവിൽ മാത്രം വിശ്വാസം. എന്റെ പ്രിയരെ, നമ്മളിപ്പോ ഈ വചനം പഠിക്കുന്നു. നിങ്ങൾ ആരും എന്നിലേക്കോ ഇവിടെ ഇരിക്കുന്ന ആരിലോട്ടോ ഒന്നും ആകർഷിക്കപ്പെടരുത്. എന്റെ ആഗ്രഹം നിങ്ങൾ കർത്താവിലേക്ക് ആകർഷിക്കണം. കാരണം ഞാൻ ഒരുപക്ഷെ ഭാവിയിൽ തെറ്റിപ്പോവാം, ഒരു ഗ്യാരണ്ടി ഇല്ല. പക്ഷെ നിങ്ങളുടെ വിശ്വാസം ക്രിസ്തു എന്ന പ്രത്യാശ എന്ന നങ്കൂരത്തിലാണെങ്കിൽ ആരൊക്കെ തെറ്റി. നമ്മൾ എത്രയോ പേര് ആ പാസ്റ്റർ അങ്ങനെ പറഞ്ഞു അങ്ങനെ അങ്ങ് പോയി. പാസ്റ്റർ ഒന്നുമല്ല നമ്മുടെ പ്രത്യാശയും നമ്മുടെ പണ്ടൊരു ബ്രദർ പറഞ്ഞ പോലെ ഈ പാസ്റ്റർ എന്റെ പേഴ്സണൽ സ്വകാര്യ അഹങ്കാരമാണ്. ശരിക്കും നമ്മുടെ സ്വകാര്യ അഹങ്കാരം ആരാണ്? നമ്മുടെ കർത്താവാണ് നമ്മുടെ സ്വകാര്യ. നമ്മുടെ കർത്താവാണ് ഏറ്റവും. വേറെ ആരും എപ്പോ വേണമെങ്കിലും മാറിപ്പോവാം, പക്ഷെ കർത്താവിലാ നമ്മുടെ അടിസ്ഥാനമെങ്കിൽ എന്ത് പറ്റിയാലും നമ്മൾ മാറില്ല. കാരണം ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എനിക്ക് അറിയാം. ഹല്ലേലൂയ. എത്ര പേർക്ക് ധൈര്യമുണ്ട്? ഹല്ലേലൂയ, സ്തോത്രം കർത്താവ്. അതുകൊണ്ട് ദൈവത്തിന്റെ ഒരു ആഫ്റ്റർ തോട്ട് അല്ല സഭ. അതവിടെ പറയുന്നത്. ഇതിന് ന്യായപ്രമാണവും പ്രവാചകന്മാരും സാക്ഷ്യം പറയുന്നു. ഈ വിശ്വാസത്താലുള്ള നീതീകരണത്തിന് 21-ാം വാക്യത്തിനെ അടിസ്ഥാനപ്പെടുക. 22-ാം വാക്യത്തില് ഹല്ലേലൂയ. ഞാന് ഒരു നമ്മളെ പലപ്പോഴും ഈ കർത്താവ് ദൈവം വേഷത്തിൽ മനുഷ്യനായി ഭൂമിയിലേക്ക് വന്ന് നമ്മുടെ ഇടയിൽ സഞ്ചരിച്ച് അന്ന് പലസ്തീനിൽ കൂടെ നടന്ന് അന്നുണ്ടായിരുന്നവരെ പഠിപ്പിച്ച് ശിഷ്യന്മാരെ പഠിപ്പിച്ചപ്പോൾ സാക്ഷാൽ ദൈവമായവൻ ഭൂമിയിലേക്ക് വന്നപ്പോൾ താൻ പഠിപ്പിപ്പാൻ ആധാരമാക്കിയത് എന്താ പേരെ? കർത്താവ് താൻ ഡിപ്പെൻഡ് ചെയ്തത് എന്തിലാ? പിതാവിന്റെ ഹിതം. പക്ഷെ അന്ന് ഉണ്ടായിരുന്ന ദൈവത്തിന്റെ വെളിപ്പാടാകുന്ന തിരുവെഴുത്തുകൾ കർത്താവ് അതിനെ ബേസ് ചെയ്ത് പഠിപ്പിച്ചല്ലേ? കർത്താവ് ഡിപ്പെൻഡ് ചെയ്യുന്ന തിരുവെഴുത്തുകളിലല്ലേ? തിരുവെഴുത്തെന്ത് പറയുന്നു? കേട്ടിട്ടില്ലേ? ഗോസ്പൽസ് വായിക്കുമ്പോൾ വായിച്ചിട്ടില്ലേ? തിരുവെഴുത്തെന്ത് പറയുന്നു? കർത്താവ് ഡിപ്പെൻഡ് ചെയ്ത തിരുവെഴുത്തിലല്ലേ? കർത്താവ് ന്യായപ്രമാണത്തെ കുറിച്ചൊക്കെ പറയുമ്പോൾ പറയുന്ന തിരുവെഴുത്തുകളെ അവിടെ കോൺട്രഡിക്ട് ചെയ്യുകയല്ല കർത്താവ് ചെയ്യുന്നത്. തിരുവെഴുത്തുകളെ നിങ്ങൾക്ക് വ്യാഖ്യാനിച്ചു തന്നത് തെറ്റിപ്പോയെന്നാണ് കർത്താവ് പറയുന്നത്. തിരുവെഴുത്തുകളെ കോൺട്രഡിക്ട് ചെയ്യുന്നില്ല. നിങ്ങൾ ഇങ്ങനെ കേട്ടിട്ടില്ലേ? നിങ്ങളെ പഠിപ്പിച്ച പരീശന്മാര് പഠിപ്പിച്ചത് നിങ്ങൾ ഇങ്ങനെ കേട്ടിട്ടില്ലേ? എന്നാ കേട്ടതുപോലെ എല്ലാ തിരുവെഴുത്തുകളെന്നാണ് പറയുന്നത്. അല്ലാണ്ട് തിരുവെഴുത്തുകളെ കോൺട്രഡിക്ട് ചെയ്യുന്നില്ല. നമ്മളൊന്ന് ഒരു ജസ്റ്റ് തിങ്കിങ് നോക്കിക്കേ. കർത്താവ് ഡിപ്പെൻഡ് ചെയ്തത് തിരുവെഴുത്തുകളെയാ. ഹല്ലേലൂയ. അന്നുണ്ടായിരുന്ന മോശയുടെയും ദാവീദും മോശയും പ്രവാചകന്മാരും ദൈവത്തിന്റെ നാവായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ നമുക്ക് എഴുതുന്ന തിരുവെഴുത്തുകളെ കർത്താവ് ഡിപ്പെൻഡ്. വൈ കാൻഡ് വി? നമ്മളെന്താ ഈ മറ്റുള്ള വ്യക്തികളുടെ സംസാരത്തിലേക്ക് മറ്റുള്ളവരുടെ പ്രസംഗത്തെ ഡിപ്പെൻഡ് ചെയ്യുന്നത്? കർത്താവ് ഡിപ്പെൻഡ് ചെയ്ത് കർത്താവ് ആശ്രയിച്ച തിരുവെഴുത്തുകളല്ലേ? കർത്താവ് തിരുവെഴുത്തുകൾ വെച്ചല്ലേ പഠിപ്പിച്ചത്? കർത്താവ് തിരുവെഴുത്തുകൾ വെച്ചല്ലേ ബെഞ്ച് മാർക്ക് ചെയ്തത്? നമുക്കെന്താ പറ്റാത്തത്? നമ്മൾ ശരിക്കും തിരുവെഴുത്തുകളെ പുറകിൽ തള്ളിയിരിക്കുക. അതാ നമ്മൾ വചനത്തിങ്കിലേക്ക് വരണം. ഇന്നത്തെ ഈ 2025 കാലഘട്ടങ്ങളിൽ എന്റെ പ്രിയരെ ഒരു റീസ്റ്റോറേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. റിഫോർമേഷനും എന്താ പറയാ ഒരു ഉണർവൊക്കെ ഉണ്ടായി. പക്ഷെ ഇപ്പോ ദൈവം റീസ്റ്റോർ ചെയ്തുകൊണ്ടിരിക്കുകയാ. എങ്ങനെയാ? പണ്ട് ആദിമ നൂറ്റാണ്ടിൽ അപ്പസ്തോല പ്രവർത്തികളിൽ നാം കണ്ട കൊച്ചു ഹൗസ് ചർച്ചുകളിലേക്ക് ചെറിയ കൂട്ടങ്ങളിലേക്ക് ദൈവം ഇപ്പോൾ അതല്ല, ഇഷ്ടം പോലെ ഉണ്ടല്ലോ. എല്ലാവരും റീസ്റ്റോർ ചെയ്തുകൊണ്ടിരിക്കുക. ചെറിയ കൂട്ടം മതിയില്ലേ? വലിയൊന്നും വേണ്ട, ചെറിയ കൂട്ടം മതി. വചന അടിസ്ഥാനത്തിൽ നിൽക്കണം.
വചനം എന്ത് പറയുന്നു അങ്ങനെ നിൽക്കണം. ഹല്ലേലൂയ. എന്റെ പ്രിയ, നമ്മൾ ചിന്തിക്കണം, കർത്താവ് അങ്ങനെ ആയിരുന്നെങ്കിൽ എനിക്ക് എന്തുകൊണ്ട് പറ്റുന്നില്ല? ഒരു വ്യക്തി എന്ത് പഠിപ്പിക്കുന്നു, എന്ത് പറയുന്നു എന്നുള്ളതല്ല പ്രിയരെ, വചനം എന്ത് പറയുന്നു. കാരണം നമ്മൾ ന്യായം വിധിക്കപ്പെടാൻ പോകുന്നത് വേറെ ഒന്നും കൊണ്ടല്ല. ഒരു സഭയുടെ സംഹിതകളോ അല്ലെങ്കിൽ ഒരു സഭയുടെ ഏതെങ്കിലും ഒരു സഭയുടെ നിയമങ്ങളോ വെച്ചൊന്നുമല്ല ഈ തിരുവചനം. കാരണം അതെല്ലാം മാറിപ്പോകാത്തത് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം പോവും. മാറിപ്പോകാത്തത് തിരുവചനം മാത്രമേ ഉള്ളൂ. വചനാടിസ്ഥാനത്തിലാണ്. വചനം എന്തു പറയുന്നു? വചനം പറയുന്നു വിശ്വാസത്താല നീ രക്ഷിക്കപ്പെടുന്നു. വചനം പറയുന്നു വിശ്വാസത്താല നീതീകരിക്കപ്പെടുന്നത്. ഒരു പ്രവൃത്തിയും ഒരു ജഡത്തിന്റെ പ്രവൃത്തിയാലും ഒരാളും രക്ഷിക്കപ്പെടുന്നു. വചനം അങ്ങനെയാ പറയുന്നെങ്കിൽ why can't we come back to the word of God? 21-ാം വാക്യത്തിൽ പറയുക, ഇപ്പോഴോ ദൈവത്തിന്റെ നീതി വിശ്വസിക്കുന്ന എല്ലാവർക്കും, അത് യഹൂദനായാലും, ഞാൻ വേഗം അവസാനിപ്പിക്കാവേ, എനിക്കറിയാം നമുക്കത് അത്ര കേട്ടിരിക്കുമ്പോൾ നമുക്ക് അല്പം അത്ര ക്ഷീണം വരും. കാരണം ഇങ്ങനെയുള്ള അടിസ്ഥാനങ്ങൾ പറയുമ്പോ തന്നെ പിശാച് കയറി ശരിക്കും ഇതെങ്ങനെയൊന്നും കേൾക്കരുതേ. പണ്ട് ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നൊരു സഭ ഉണ്ടായിരുന്നു. ഒരു ആന്റി എപ്പോഴും ഇങ്ങനെ ഈ ചർച്ചിൽ ഭയങ്കരമായിട്ടിരിക്കും. കർത്തൃമേശയുടെ സമയമാകുമ്പോഴത്തേന് കൊച്ചി മേലെന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോകും. കർത്തൃമേശയുടെ സമയമാകുമ്പോൾ കൊച്ചെന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി ആന്റി ഇറങ്ങിപ്പോകും. പുറത്തോട്ട് പോയി കൊച്ചിനെ അത്രയും നേരം അവിടെ ഇരുന്നിട്ട് കർത്തൃമേശയും കൊണ്ട് വരുന്ന സമയമാകുമ്പോഴത്തേന് ഇറങ്ങിപ്പോകും. ഞാൻ പറഞ്ഞത്, പിശാച് അടിസ്ഥാനങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് കയറാനായിട്ട് ഇവിടെ പറയുക. 21-ൽ എപ്പോഴാണ് ദൈവത്തിന്റെ നീതി വിശ്വസിക്കുന്ന എല്ലാവരും ഒരുപോലെ. അതാ 23-ാം വാക്യത്തിൽ പറയുന്നത്. 23-ാം വാക്യത്തിൽ പറയുന്നത് എന്താ? ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി. എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. ബ്രദറെ, കുറച്ച് മുമ്പ് 2-ാം അധ്യായം 7-ാം വാക്യത്തിൽ പറഞ്ഞപ്പോ ഇങ്ങനെയല്ലല്ലോ പറഞ്ഞത്. 2-ാം അധ്യായം 7-ാം വാക്യത്തിൽ നല്ല പ്രവൃത്തിക്ക് വേണ്ടുന്ന സ്ഥിരത പൂണ്ട് തേജസ്സും മാനവും അക്ഷയതയും അന്വേഷിക്കുന്നവർക്ക് നിത്യജീവൻ. ഇവിടെ ഒരു തേജസ് പറയുന്നുണ്ടല്ലോ. എന്നാൽ 3:23 വരുമ്പോൾ ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. ഹല്ലേലൂയ. എനിക്ക് തോന്നുന്നു നമ്മൾ ഇവിടെ നിർത്താൻ പോവുക. കാരണം ഇത് ഇനി അങ്ങോട്ട് പറഞ്ഞാൽ നമുക്ക് സമയം ഇല്ല. ഓൾറെഡി 8:50 അടുത്ത ആഴ്ച നമുക്ക് അതിനെ കുറിച്ച് ചിന്തിക്കാം. ദൈവ തേജസ് എന്താ? ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു എന്ന് അപ്പോസ്തലനായ പൗലോസ് പറയുമ്പോൾ എന്താ അർത്ഥമാക്കുന്നത്? എന്താ നമ്മളിൽ സംഭവിച്ചത്? ഞാനിത് പറയുന്നത് ഇതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമേ ആയിട്ടുള്ളേ. മുമ്പോട്ട് നമ്മൾ 24-25 വാക്യങ്ങളൊക്കെ പഠിക്കുമ്പോൾ നമുക്കത് അല്പം കൂടെ വ്യക്തമാവും. നീതീകരണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ കണ്ണുകളെ നടക്കാൻ, ഞാൻ ഇത് മുമ്പോട്ട് ഇനി അത് തുറന്നാൽ നമുക്ക് തീർക്കാനായിട്ട് സമയം ഉണ്ടാവത്തില്ല. ഹല്ലേലൂയ. അടുത്ത ആഴ്ച നമുക്ക് ആ ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. എന്റെ പ്രിയരെ, ദൈവത്തിന്റെ ആ ഒരു കരുണ, ആ ദൈവത്തിന്റെ ഒരു സ്നേഹം, ഹല്ലേലൂയ, എത്രത്തോളമാ! ഈ യുഗത്തിൽ ഞാൻ വന്ന് പിറന്നത്, ഈ യുഗത്തിൽ ഞാൻ വന്ന് പിറന്നത് കൊണ്ടല്ലേ എനിക്ക് ഈ മണവാട്ടി സഭയുടെ ക്രിസ്തുവിന്റെ സഹോദരനും സഹോദരിയുമാകുവാൻ സാധിച്ചത്. ഈ യുഗത്തിൽ വന്ന് പിറന്നത് കൊണ്ടല്ലേ. കർത്താവിന്, ദൈവത്തിന് എന്നോടുള്ള സ്നേഹം എത്രയായിരുന്നു! ലോകസ്ഥാപനത്തിന് മുൻപേ, അതെ, എത്ര പേർക്ക് പറയാൻ പറ്റും ലോകസ്ഥാപനത്തിന് മുൻപേ ക്രിസ്തുവിൽ എന്നെ വീണ്ടെടുത്തു, എന്നെ കണ്ടിരുന്നു എന്നുള്ളത്? ഹല്ലേലൂയ, ഹല്ലേലൂയ. അതൊക്കെ ഒന്ന് ധ്യാനിച്ചാൽ നമുക്ക് എങ്ങനെ
ഈ സമ്പത്തിന്റെ പുറകെ, ഈ പ്രോസ്പെരിറ്റിയുടെ പുറകെ നമുക്ക് എങ്ങനെ പോകാൻ പറ്റും എന്റെ പ്രിയരെ? ഹല്ലേലൂയ. കാൽവരിയെ, കർത്താവിന് നമ്മോടുള്ള സ്നേഹത്തെ, കാൽവരിയിൽ അവിടുന്ന് ഒഴുക്കിയ രക്തത്തെ, എന്റെ ഈ നശിച്ചു പോകുന്ന സാധനങ്ങളുടെ, നശിച്ചു പോകുന്ന, ഇന്ന് കണ്ട് നാളെ ഇല്ലാതാകുന്ന സാധനങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി മാത്രം ഞാൻ ഉപയോഗിക്കുന്നുവെങ്കിൽ എന്റെ പ്രിയരെ, നമ്മൾ എത്ര അരിഷ്ടന്മാരാ. ഹല്ലേലൂയ. ദൈവത്തിന് നമ്മളോടുള്ള സ്നേഹം. നമുക്ക് ഈ പാട്ടൊന്ന് പാടാം. ഉലക സ്ഥാപനത്തിന് മുൻപേ ഉളവായ ഒരു അൻപത്, ആ ഗാനം ഒന്ന് പാടാം. ഉളവായുരഞ്ഞെടുത്തവൻ നമ്മെ തിരുമുൻപിൽ വഞ്ചിപ്പാൻ, ഉലക സ്ഥാപനത്തിൻ മുൻപുളവായുരന്താൽ തിരഞ്ഞെടുത്തവൻ നമ്മെ തിരുമുൻപിൽ വസിപ്പാൻ, തിരഞ്ഞെടുത്തവൻ നമ്മെ തിരഞ്ഞെടുത്തവൻ നമ്മെ തിരഞ്ഞെടുത്തവൻ നമ്മെ തിരുമുൻപിൽ വസിപ്പാൻ. പരിശുദ്ധനെ സ്നേഹം മകൾ സ്നേഹം പരലോക പിതാവ് മകനെ മരിപ്പതിനായി കുരിശിൽ കൈവെടിഞ്ഞോ. മകൻ സ്നേഹം മകൾ സ്നേഹം പരലോക പിതാവ് മകനെ മരിപ്പതിനായി കുരിശിൽ കൈവെടിഞ്ഞോ. മകനെ മാറിപ്പതിനായി എനിക്ക് വേണ്ടി, എന്റെ പാപങ്ങൾക്ക് വേണ്ടി, എന്റെ രക്ഷയ്ക്കായി അവിടുന്ന് തന്റെ പുത്രനെ കാൽവരിയിൽ തകർത്തതിൽ ഓർത്ത് നന്ദി പറയുന്നതാ. മഹൽ സ്നേഹം പരലോക പിതാവ് മകനെ മാരിപ്പതിനായി കുരിശിൽ കൈവെടിഞ്ഞോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രാർത്ഥിച്ചു.